എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും സാറയെ പരിശുദ്ധത്തിന് സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് രോഗികളായി കഴിയുന്നവർക്ക് വേണ്ടി, അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്കായിട്ട് പോയി കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി, പരീക്ഷ എഴുതാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, ഓപ്പറേഷന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇവിടെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കാം. പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ കടപ്പെട്ടവരാണ്. എല്ലാ നിയോഗങ്ങളും പരിശുദ്ധത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ ദീർഘങ്ങളിൽ ഭക്തിപൂർവ്വം പങ്കുചേരും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും വെളിപ്പെടുന്നു. മാലാഖമാരായ മനുഷ്യർ അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. അഖില കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണു മധുരമം ദിവ്യനാമ കീർത്തനം. മഹിതമാകുമോ ശ്രീ പണിയുമങ്ങു പാലകൻ, ഒരു ഗണത്തിലാക്കുവിൻ ചിതറിടും ജനങ്ങളെ. തകരുമേ ദുരിതവും ശാന്തി കാർമതങ്ങളിൽ കനിവയെന്നൊരങ്ങളിൽ ഭുവന ദുഃഖമുക്തിയും താരകത്തിലൊക്കെയും പേരിടുന്ന പാവനം ഉന്നത പ്രതാപനം വാണിടുന്നു പാലകൻ. അഖില ലോകനായകൻ അറിവ് പൂർണ്ണമായവൻ, താഴ്ത്തിടുന്നു ദുഷ്ടരെ താങ്ങിടുന്നു ശിഷ്ടരെ. കീർത്തനങ്ങൾ പാടിടാം മഹേശ്വരൻ, ഇന്നരങ്ങൾ വീട്ടിയ നാമഗീതി പാടിടാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതിനാൽ പ്രകാശിക്കുവാൻ വഴിയാകുമായ എല്ലാ സഹായങ്ങൾക്കും മൃഗങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞുകൊണ്ട് ചുറ്റി നിൽക്കുന്ന സഭ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും കർത്താവുമാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവ്വാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാമത്തിൽ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. അങ്ങയുടെ സ്വഭാവത്തിൽ എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും വിധിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്റെ സഹോദരരെ, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 14 വരെയുള്ള വാക്യങ്ങൾ ഒരു ആശ്വാസം. മിശിഹാ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്കു കഴിയും? നീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ അസ്വസ്ഥരാകുകയും വേണ്ട. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങളുടെ പ്രത്യാശയെപ്പറ്റി വിശദീകരിക്കണം. ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദസന്നദ്ധരായിരിക്കുവിൻ. എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടു കൂടി ആയിരിക്കട്ടെ. നിങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുവിൻ. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ദുഷിച്ചു പറയുന്നവർ അങ്ങനെ ലജ്ജിതരാകും. നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത്. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെ ജീവനമായ മിശിഹായെ നിങ്ങളുടെ മക്കളിലേക്ക് അയച്ച് അനന്തകാലത്തിലേക്കും സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമായ ഈശോയുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 13 വാക്യങ്ങൾ 24 മുതൽ. മറ്റൊരു ഉപമാവൻ അവരോട് പറഞ്ഞു, ഒരുവൻ വയലിൽ നല്ല വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തിൽ ഭൂമിക്കാം. ആളുകളോടൊപ്പമായപ്പോൾ അവന്റെ ശത്രു എന്ന ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. വേലക്കാരന്റെ വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ നീ വയലിൽ നല്ല വിത്തന്നെ വിതച്ചത്, പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുവാണോ ചെയ്തത്. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൊണ്ടേ. അവൻ പറഞ്ഞു, വേണ്ട, കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതുകളഞ്ഞു വരും. കൊയ്ത്ത് വരാനും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുറ്റുകളയുവാൻ അവ കൂട്ടുകളാക്കി വയ്ക്കുവിൻ. ഗോതമ്പ് എന്റെ ധാന്യപ്പുരയിൽ സംഭവിക്കുവിൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. തിരുനാളിൽ സ്ത്രീകന്മാരുടെ മേൽ ഈ നാളുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം പ്രസംഗിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്ത്രീകന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവെ, കൗദാശിക ജീവിതത്തിലൂടെ നിങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ത്രീകന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവെ, ജീവിത ക്ലേശങ്ങളുടെ മധ്യവസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും പ്രേക്ഷിതരെ പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. നമ്മുടെ ദൈവമായ കർത്താവേ, കർത്താവേ, ബലവാനായ ദൈവമേ, ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാനം ഞങ്ങളുടെ കരങ്ങളിൽ പോലും രക്ഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങുകാരുടെ എടുത്താൽ തിരഞ്ഞെടുത്ത കടമായ ജനങ്ങൾ മുഴുവന്റെയും കടങ്ങളുടെ വൃത്തിക്ക് പാപങ്ങളുടെ മോചനത്തിനും കാരണമാകും. പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി സകലത്തിനെയും നാഥനായ ദൈവം നിനക്ക് വാസം നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളെ കുറിച്ച് നീക്കുകയും ചെയ്യട്ടെ.
മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തോടെ രക്ഷിക്കൽ സ്വർഗ്ഗരാജ്യത്തിൽ ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ, സഹോദരനേ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർവ്വത്തിലെ നാഥനായ ദൈവം തന്റെ വിശുദ്ധ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്നതിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുമ്പോൾ എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ മുഖത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമേ, ആരാധനായ ആചാര്യ അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനായിട്ടുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും നാവുകളിൽ നിന്ന് കൃതജ്ഞതയും സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും വഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും സകലത്തെയും നിലയോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. പരിശുദ്ധരൂപികളുമായ ഫ്ലാപ്പന്മാരോടും ചേർന്ന് നാഥനായ നീക്കങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. രക്ഷാകരമായ രഹസ്യത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ കർത്താവായ ദൈവമേ, നിങ്ങളുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് അനാദിനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമീൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമീൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ആവേശത്തായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും സഭയുടെ പിതാവും തലവനുമായ മെത്രാൻ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിലൂടെ അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും ദക്ഷിണമായ മാർ പോളി മെത്രാന് വേണ്ടിയും
വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടി പുരോഹിതന്മാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും സാക്ഷികളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ വിജനകമായ പ്രവർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും യോഗ്യകളുമാകുന്നതുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ പിരിഞ്ഞു പോവുകയും എല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ വിദ്യാസപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യരായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ഇതിനെ ആശ്വസിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളുടെ വൃത്തിക്ക് പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ ഈ നാമത്തിന് സ്തുതിയും ബഹുമാനവും പുതുക്കറി ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എന്നോട് ദയ തോന്നണമേ. സ്വർഗത്തിൽ നിറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഉപേക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താഗ്രഹങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ള ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരൻ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ശ്രദ്ധിക്കുവാൻ ഞങ്ങൾ അതിരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ ആവശ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ക്ഷണത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലൂടെ സ്തുതിയായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയം അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ജീവിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കൃപാവരത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗ്ഗരാജ്യത്തിന്റെ വിശ്വസ്തതയുടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരം എടുക്കപ്പെടുന്നത് ജീവൻ നൽകാനാണ്. അരൂപിയിൽ ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. എൻ്റെ ഈശോയെ, അങ്ങേ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംക്കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവായ ദൈവമേ, സ്തുതിയർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയത്വത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീതി ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ സ്തുതിയും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറത്തുപോയി അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളുള്ള രാജ്യമായ താങ്കൾ വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നീതി ആമേൻ. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ ക്രമയച്ചു കളയുകയും ചെയ്ത് കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന് അനുഗ്രഹീതമേ കർത്താവിനെ സ്ഥലത്തിലെ ചെയ്യട്ടെ. അവിടുന്ന് കാരുണ്യവും അനുഗ്രഹങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലന ബലങ്ങളിൽ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കൃപയുടെ സ്തുതി. നിന്നെ സ്തുതിച്ച് കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഇത് വേർപ്പിക്കുവാൻ ഞാൻ വരുമ്പോൾ കൂടാ. അതിശ
അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസം തുറച്ചവർ സുഹൃതങ്ങളിൽ തിരിച്ചുപകരമാക്കി തീർക്കണമേ. പ്രത്യേകമായി തിരുസഭടനായ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ പിതാവാകുന്ന വേണ്ടി അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണമായ ദൈവമേ ആത്മീയവും ശാരീരികമായ ഞങ്ങൾ പ്രദാനം ചെയ്യണമേ. ഈ തിരുനാളിൽ സംബന്ധിക്കുന്ന ഓരോ കുടുംബാംഗങ്ങളെയും പ്രത്യേക നിയോഗങ്ങളെയും ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആമേൻ. സ്വർഗ്ഗപിതാവേ വന്നിടണേ, പുത്രനാമേശുവേ വന്നിടണേ, ആത്മനാം ദൈവമേ വന്നിടണേ, ഞങ്ങളിലെന്നും നീ വസിക്കണേ. പരിശുദ്ധ ഐക്യത്തിന്റെ തുമമാതൃകയായ പ്രത്യേക ദൈവമേ, പരസ്പര വിശ്വാസത്തിലും ഐക്യത്തിലും വളരുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വകയെയും നമ്മൾ അനുഗ്രഹിക്കണമേ. ത്രിയേക ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ നിന്നും വാഴുവാനുള്ള ഞങ്ങളുടെ ജീവിതത്തെ വിശദീകരിക്കുകയും ആ പ്രത്യാശയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. പിതാവും തമ്മിൽ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സ്നേഹത്തിന്റെ ഉറവായ പരിശുദ്ധമേ, സമാധാനത്തിന്റെ പൂർണ്ണതയായ പരിശുദ്ധമേ, ഐക്യത്തിന്റെ മാതൃകയായ പരിശുദ്ധമേ, രക്ഷയായ പരിശുദ്ധമേ, സൗഖ്യം നൽകുന്ന പരിശുദ്ധമേ, വിശുദ്ധിതമരിയായ പരിശുദ്ധമേ, പിതാവായ ദൈവമേ, പരിശുദ്ധവുമായി അങ്ങാകട്ടെ. ഞങ്ങളെ നിരന്തരം പരിപാലിക്കുന്ന പ്രത്യേകതയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ആത്മശരീരങ്ങളെയും ജീവിതാനുഭവങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കുടുംബങ്ങളുടെ ഭദ്രത നടത്തുന്ന എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെയും നാടിന്റെയും ആവശ്യങ്ങളിലേക്ക് പ്രിയകതയുമേ അങ്ങ് കടന്നു വരണമേ. ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. നേട്ടങ്ങളിലും സ്നേഹശുശ്രൂഷകളിൽ സന്തോഷവും ജോലികളെ പ്രാർത്ഥനകളാക്കി മാറ്റുവാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ. പങ്കുവയ്ക്കലിന്റെയും കാരുണ്യത്തിന്റെയും ജീവിതം നയിച്ച് ദൈവമുദ്രായി ജീവിക്കാൻ ഞങ്ങളെ വിഗ്രഹിക്കണമേ. ആമേൻ. എല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി പരിശുദ്ധത്തെ ആരാധിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ സഭയിലൂടെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ
പരിശുദ്ധ പിതാവിനെ എല്ലാ സഭാമേലമാരെയും കാത്തുകൊള്ളണമേ. വിശുദ്ധിയോടുള്ളമായ പരിശുദ്ധിയും വേദികളെയും സമർപ്പിതരെയും അങ്ങയുടെ പരിശുദ്ധിയിലും കൂട്ടായ്മ നിർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്ന അവരുടെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ, മാനസിക വേദനകൾ എന്നിവയിലേക്ക് അങ്ങയുടെ കാര്യങ്ങൾ വർഷിക്കണമേ. വാക്കിലും പ്രവൃത്തിയിലും അവരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആളുകളെയും വിഭാഗത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധത്തിലേക്കും തിരുകുടുംബത്തിന്റെ സ്നേഹം നിറഞ്ഞ സ്വസ്ഥമായ സമാധാനത്തിൽ ജീവിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഏതായ വിവാഹ വാഗ്ദാനത്തോടെ വിശ്വസ്തയോടെ ജീവിക്കുവാൻ അവർ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ യുവജനങ്ങളെയും അവരുടെ സംരക്ഷണയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരെ കൂടുതലും സഹായിക്കണമേ. പഠനത്തിന് ചെയ്യും നല്ല ജോലിയും അനുയോജ്യമായ ജീവിതാന്തസ്ഥ ലോകത്തിന്റെ ശുദ്ധികളെ ജീവിക്കുവാൻ നൽകുക അവർക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും വാത്സല്യത്തിന് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ജീവിതയാത്രയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ അങ്ങയുടെ പ്രീതിയിൽ വളർന്നുവരുവാൻ സഹായിക്കണമേ. അങ്ങ് അവർക്ക് നൽകിയിരിക്കുന്ന കഴിവുകളെയും സൗകര്യങ്ങളെയും ഫലപ്രദമായി ഉപയോഗിക്കുവാൻ ഞാൻ അവർക്ക് നൽകണമേ. അശ്രദ്ധയും അലസതയും അകറ്റി കഴിഞ്ഞ് ദ്വാരത്തിന്റെ ശീലങ്ങൾ നിറച്ച് അവരുടെ പഠന മേഖലകളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേക്ക് പരിശുദ്ധമായിരിക്കുന്ന ജനങ്ങളെയും ഞങ്ങളുടെ നാടിനെയും സ്വന്തമായി അനുഗ്രഹിക്കണമെന്നും അങ്ങയുടെ മഹത്വത്തിനായി എല്ലാവരും ഫലമണിയിക്കുന്നതിനും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യക്തിപരമായ യോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന വചനത്താൽ ഈശോയെ ഭക്തപ്പെടുത്തിയ പിതാവായ ദൈവമേ, പിതാവിന്റെ ദൈവത്തിന് വിധേയനായ ഈശോ തമ്പുരാനെ, അവിടുത്തെ മാമോദീസാകരയിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണുവാൻ അവരുടെ വളർച്ചയെ സന്തോഷിക്കുവാനും എന്റെ ഹൃദയ വിശാലത നമുക്ക് നൽകണമേ. പ്രാർത്ഥനയും സ്നേഹ പ്രവർത്തനങ്ങൾ വഴി ഐക്യത്തിന്റെ വാതിൽ ശുദ്ധിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ രഹസ്യം ഗ്രഹിക്കാൻ ഞങ്ങൾ ഹൃദയെ പ്രകാശിപ്പിക്കുകയും ഹൃദയത്തെ ജ്വലിപ്പിക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളെ നിരന്തരം പരിപാലിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. വിശുദ്ധ കുർബാനയിലൂടെ അങ്ങേയൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. വിശ്വാസങ്ങളെ കുറിച്ച് കൂടുതൽ ഉറപ്പും ബോധ്യവും ഞങ്ങൾക്ക് നൽകുന്നതിനകത്ത് ഞങ്ങൾ അങ്ങേ ശ്രമിക്കുന്നു. രോഗങ്ങളിൽ സൗഖ്യവും പാപങ്ങളിൽ നിന്ന് മോചനവും ആഗ്രഹങ്ങളുടെ ധൈര്യവും നിരാശയുടെ പ്രത്യാശയും നൽകുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ കൃപങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യട്ടെ. സ്നേഹസാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിനും വെളിച്ചമായിരിക്കട്ടെ. പരസ്പര വിശ്വാസത്തിനും തീഷ്ണതയിലും സുഹൃതങ്ങളിൽ അഭിവൃദ്ധിയിലും നിങ്ങൾ സമ്പന്നരാകട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും മനുഷ്യനായ സഹവാസവും നമ്മോട് നമ്മുടെ കുടുംബാംഗങ്ങളോടും ഇടവകയോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.